ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ട്യൂട്ടോറിയൽ CSS ട്യൂട്ടോറിയലാണ്. അതായത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ HTMLൻ്റെ കൂടെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് CSS ടെക്നോളജി. ഇത് നമ്മൾ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്റ്റൈലിംഗ് പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കാൻ. അതായത് CSS ഇല്ലെങ്കിൽ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമുക്ക് പഠിക്കാം എങ്ങനെ CSS യൂസ് ചെയ്യാം. അതിനായി ഞാൻ ചെയ്യുന്നത് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട് HTML ഫോൾഡറിൽ. അതിൽ HTML ഹോം പേജ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതിൽ നമുക്ക് എങ്ങനെ CSS ആഡ് ചെയ്യാമെന്ന് നോക്കാം. CSS 3 തരത്തിൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു HTMLൻ്റെ കൂടെ. അതായത് ഈ ടാഗിൻ്റെ കൂടെ ഇൻലൈനായിട്ട് അവിടെ തന്നെ എഴുതി പോകാം കോഡ്. രണ്ടാമത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റൈൽ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ CSS ഒരുമിച്ച് എഴുതാം. മൂന്നാമത് ഒരു എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് style.cs ഒരു CS എക്സ്റ്റേണൽ കൊടുത്തിട്ട് ഫയൽ സേവ് ചെയ്തിട്ട് അതിൽ നമുക്ക് കോഡ് എഴുതി പോവാം. അത് മൂന്നാമത്തെ മെത്തേഡാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഈ HTML പേജ് ഉള്ളിൽ CS ഒരുപാട് എഴുതുമ്പോൾ പേജ് മെസ്സായി പോകും, ആകെ ഒരുപാട് കോഡായി പോകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെ ഇൻലൈനായിട്ട് സ്റ്റൈൽ ആഡ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുന്നേ നമ്മൾ ചെയ്ത ഫയൽ HTML ഫയൽ ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ നോക്കാം. ഇപ്പോൾ പ്യുവർ വൈറ്റ് ആണല്ലോ, വൈറ്റ് ഡീഫാൾട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ ബോഡീൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. ഇൻലൈൻ ആകുമ്പോൾ നമ്മൾ സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് എടുക്കുക. എന്നിട്ട് അപ്പോൾ അതിൽ ഒരുപാട് സ്റ്റൈൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓരോ കീവേഡാണ് സ്റ്റൈൽ കൊടുക്കാനുള്ള. നമ്മളതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ. നമ്മൾ ഇമേജ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ കീവേഡ് യൂസ് ചെയ്യാം. നമ്മളിവിടെ കളർ മാത്രമേ കൊണ്ട് ഇത് കൊടുത്തു. പിന്നെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള കളറിൻ്റെ പേര് കൊടുക്കാം. അക്ക് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് ഒരു സെമിക്കോളൻ കൊടുക്കണം. കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കളറിൻ്റെ ഒന്നുമില്ലെങ്കിൽ കളറിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ കളറിൻ്റെ കോഡ് ഉണ്ടാവും, RGB കോഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ആശ്രയിച്ചിട്ട്. ഇതിപ്പോൾ ഡ്രീംവൂറായിട്ട് ഓട്ടോമാറ്റിക്കലി സെലക്ട് വരികയാണ്. നമുക്ക് ഓരോ കളർ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ കോഡ് വരുന്നുണ്ട്. നമ്മൾ ലൈറ്റ് റെഡ് കൊടുക്കുകയാണ്. കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇൻലൈനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ എഴുതി പോവുക. ഇനി നമുക്ക് ഇൻലൈനായിട്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ഈ HTML പേജിൽ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. അതിന് നമുക്ക് വേണ്ടത് സ്റ്റൈൽ എന്നുള്ള ടാഗ് യൂസ് ചെയ്യണം. ഈ CSS എല്ലാം എഴുതേണ്ട ഈ ഹെഡറിൻ്റെ ഉള്ളിലാണ്. അതായത് ഹെഡർ ഓപ്പൺ ക്ലോസ് ടാഗ് ഉണ്ടല്ലോ. നമുക്ക് HTMLൻ്റെ പ്രത്യേകത എവിടെ എഴുതിയാലും വരും. ഇപ്പോൾ ഇവിടെ എഴുതിയാൽ അടിഭാഗത്തോ എവിടെ എഴുതിയാലും വരും. പക്ഷെ കറക്റ്റ് പൊസിഷൻ എഴുതേണ്ടത് ഇവിടെ ഈ ഹെഡറിൻ്റെ ഉള്ളിലാണ്. സ്റ്റൈൽ കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ബോഡിക്കാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കേണ്ടത്. ബോഡിക്ക് കൊടുത്താൽ മൊത്തം ആ പേജ് വരും ബാക്ക്ഗ്രൗണ്ട്. അത് രണ്ട് മെത്തേഡിൽ എഴുതാം. ഒന്നുമില്ലെങ്കിൽ ബോഡി കൊടുക്കുക, ബോഡി ടാഗിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ കളറോട് സെലക്ട് ചെയ്ത് നമ്മൾ നോക്കാം. കണ്ടോ കളറുണ്ട് ഈ കളറ്. പിന്നെ വേറൊരു മെത്തേഡാണ് നമുക്ക് ക്ലാസ് വെച്ചിട്ട് ഓരോ ടാഗിനും നമുക്ക് ക്ലാസ് വെച്ചാന്ന് വെച്ചാൽ നമുക്ക് റീയൂസ് ചെയ്യാം. വേറെ ഏതെങ്കിലും ടാഗിനൊക്കെ അതേ ക്ലാസ് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ BG കളർ എന്നുള്ളൊരു അത് നമുക്ക് എന്ത് ക്ലാസ് നെയിം കൊടുക്കാം. BG കളർ ഒരു ക്ലാസ് നെയിം കൊടുത്ത് അത് എങ്ങനെ ഈ ഇപ്പോൾ ബോഡി എന്നുള്ള ടാഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഡീഫോൾട്ടായിട്ട് എടുക്കും. ക്ലാസ് കൊടുത്താൽ നമ്മൾ അത് ഇവിടെ വിളിക്കണം. അതിന് ക്ലാസ് എന്നുള്ള
ആട്രിബ്യൂട്ട് എടുക്കുക, BG കളർ ഉണ്ടല്ലോ, ആ ഡോട്ട് ഒഴിവാക്കിയിട്ട് BG കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കളറൊന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ആവശ്യം വെച്ചിട്ടൊരു ഈ കളർ കൊടുക്കാം, ഡാർക്ക് കളർ. കണ്ടോ, ക്ലാസ് ഈ സെയിം ക്ലാസ് നെയിം ഡോട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ വിളിച്ച് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഡാർക്ക് കളർ. ഇനി വേറെ മെത്തേഡാണ് ഇത്. ഇവിടെ ക്ലാസ്സിന് പോലെ നമുക്ക് ID കൊടുക്കാൻ പറ്റും. അപ്പോൾ ID കൊടുക്കുകയാണെങ്കിൽ ഈ ഡോട്ടിന് പകരം ആഷ് കൊടുക്കണം. നമുക്ക് കളറൊന്ന് മാറ്റി കൊടുത്തേക്കാം. ഞാൻ ഒരു ബ്ലൂവിൻ്റെ ലൈറ്റ് ബ്ലൂ കൊടുത്ത് റിഫ്രഷ് ചെയ്ത് നോക്കാം. വന്നില്ല. ഓക്കെ. അപ്പോൾ ഐഡിയും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഈ ID കൊടുത്താൽ നമുക്ക് ഒരു പേജിൽ ഒറ്റ പ്രാവശ്യം വിളിക്കാൻ പറ്റുള്ളൂ. ക്ലാസ് ആണെങ്കിൽ നമുക്ക് വേറെ ഇവിടെ കണ്ടോ കുറേ ടാഗ് ഉണ്ട്. അതിനൊക്കെ ഈ ഡിവിഷനിൽ ആണെങ്കിൽ ആ സെയിം ക്ലാസ് നമുക്ക് കാൾ ചെയ്യാൻ പറ്റും. അതാണ് ഐഡിയും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. അതെല്ലാം കുറച്ച് അഡ്വാൻസ് ആയി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇനി വേറൊരു, ഇപ്പോൾ നമ്മൾ ഇൻലൈനിൽ പഠിച്ച് എക്സ്റ്റേണൽ CSS പഠിച്ച്, ഇനി എങ്ങനെ ഇന്റേണൽ CSS പഠിച്ച് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇതിൽ കാൾ ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ HTML ഫോൾഡറിൽ ഒരു ഒരു ഫോൾഡർ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫോൾഡർ ഇല്ലാതെ ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡറിനുള്ളിൽ ഞാനൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിന് പേര് കൊടുത്ത് സ്റ്റൈൽ ഡോട്ട് എക്സ്റ്റൻഷൻ. സ്റ്റൈൽ ഷീറ്റ് ആകുമ്പോൾ CS വേണം. HTML ആണെങ്കിൽ .html. അത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് HTML ഇതിപ്പോൾ CS സെപ്പറേറ്റ് ഫയലാണ്, HTML സെപ്പറേറ്റ് ഫയലാണ്. ഈ HTML ഉള്ളിലേക്ക് ആ CSSനെ കാൾ ചെയ്യണം. അതിന് ഈ ലിങ്ക് എന്നുള്ള ടാഗിനെ യൂസ് ചെയ്യുക. പിന്നെ ഒരു റീൽ ഉണ്ട്, റീൽ എന്നുള്ള ആട്രിബ്യൂട്ട് ചെയ്തിട്ട് അത് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റൈൽ ഷീറ്റ്. പിന്നെ ടൈപ്പ് കൊടുക്കണം, ടെക്സ്റ്റ് ഓർ CSS. നമ്മൾ ഫയലിൻ്റെ ഉള്ളിൽ CSS ഫയലാണെന്ന് പറയണം. പിന്നെ അതിൻ്റെ പാത്ത് href വെച്ചിട്ട് CSSനുള്ളിൽ ഇതാണ് പാത്ത്, അത് കൊടുത്ത് ഇങ്ങനെയാണ് CS കാൾ ചെയ്യുക. എന്നിട്ടിപ്പോൾ നമ്മൾ മുന്നേ കൊടുത്ത് തന്നെ കൊടുക്കുക. ബോഡീൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. മുന്നേ ഞാൻ കാണിച്ചില്ലേ ഇന്റേണൽ CSS, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. നമുക്ക് കളർ മാറി. ഇനി അടുത്തതായി നമുക്ക് മറ്റ് കളറിലേക്ക് കൂടി കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു മെനു ഉണ്ട്. ഇനിയിപ്പോൾ ഈ മെനുവിൻ്റെ ഇത്രയും ഭാഗത്തെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഡിവിഷനാണ്. ഇതിന് ഞാനൊരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്, മെനു എന്നൊരു ക്ലാസ് നെയിം കൊടുത്ത്. ആ ക്ലാസ് നെയിം നമ്മളിങ്ങനെ കാൾ ചെയ്യേണ്ടത് ഡോട്ട്, ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് മെനു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കാം. കണ്ട, അത്രയും ഭാഗം ബ്ലാക്കായി വന്നു. അപ്പോൾ ടെക്സ്റ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് ടെക്സ്റ്റും ബ്ലാക്കാണ്, നമുക്കത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ മെനുവിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലാണ് ഈ ടെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അതിന് ഡോട്ട് മെനു കൊടുക്കുക. പിന്നെ മെനുവിൻ്റെ ഉള്ളിലുള്ള ടാഗിൻ്റെ കളറ് വൈറ്റ് അല്ലേ, നമുക്ക് വിസിബിൾ ആയില്ലേ. ഇനി നമുക്ക് കണ്ടോ, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അതായത് HTML ഡീഫാൾട്ടായിട്ട് ബോഡി കുറച്ച് പാഡിങ് മാർജിൻ എന്ന് പറയാം. അതെല്ലാം നമ്മൾ ഫസ്റ്റ് 0 ആക്കി സെറ്റ് ചെയ്യണം.
എന്നാലേ കറക്റ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 സൈഡിലും കുറച്ച് സ്പേസ് വരും. അതൊരു HTML ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. അത് ഞാൻ ഇവിടെ പാഡിങ് മാർജിൻ 0 കൊടുത്ത് നമുക്ക് ആ സ്പേസ് പോയില്ലേ. പിന്നെ നമുക്ക് ഈ മെനു ഇപ്പോൾ ഒരു ഹൈറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹൈറ്റ് കൊടുത്തു നോക്കാം മെനു. അപ്പോൾ നമുക്ക് കളറിൻ്റെ കൂടെ ഒരു മെനു ഹൈറ്റ് എന്നുള്ള പ്രോപ്പർട്ടി അടിയാം. ഹൈറ്റ് ഞാനൊരു 50 പിക്സൽ കൊടുക്കും. നമുക്ക് ഹൈറ്റ് കൂടി ആ ഭാഗത്തിൻ്റെ. ഇനിയിപ്പോൾ ഒരു അണ്ടർസ്കോർ ഇങ്ങനെ വരുന്നുണ്ട് ഈ മെനുവിൻ്റെ അടിയിൽ. അത് നമുക്ക് ആവശ്യമില്ല, അതൊന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഈ എ ടാഗിൻ്റെ ഉള്ളിലാണ് അണ്ടർസ്കോർ വരുന്നത്. അപ്പോൾ അതിനുള്ള പ്രോപ്പർട്ടി ടെക്സ്റ്റ് ഡെക്കറേഷൻ ആണ്. അണ്ടർസ്കോർ ഉണ്ട്, അവിടെ അണ്ടർസ്കോർ ഉണ്ട്. അണ്ടർസ്കോർ കൊടുത്താൽ അണ്ടർസ്കോർ വരും, ഡീഫോൾട്ടായിട്ട് ഒരു അണ്ടർസ്കോർ വരും. അത് നമുക്ക് നണ്ണ് കൊടുത്തു നോക്കാം. കണ്ടത് പോയി. പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്കത് ബോൾഡ് ആക്കണം ഈ ടെക്സ്റ്റുകൾ. അതിനുള്ളത് ഫോണ്ട് സൈസ് എന്നാണ്, ഫോണ്ട് വെയിറ്റ് എന്നാണ് ബോൾഡ് ആക്കാൻ. ഇതിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് അത്യാവശ്യമുള്ള ഇങ്ങനെ യൂസ് ചെയ്ത് പോവാണ്ട്. ഫോണ്ട് വെയിറ്റ് ബോൾഡ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ബോൾഡായി കിട്ടിയില്ലേ. ഇനി നമുക്കിത് അടുത്തടുത്തായി കിടക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് സ്പേസ് കൊടുക്കണം. പിന്നെ മുകളിൽ കുറച്ച് സ്പേസ് കൊടുക്കണം. അതിനെല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളൊരു പാഡിങ് കൊടുത്താൽ മതി. പാഡിങ് പറഞ്ഞാൽ പാഡിങ് ഒരു 20 പിക്സൽ കൊടുത്തു. അപ്പോൾ 4 സൈഡിലും ഓരോ മെനുവിൻ്റെ 4 സൈഡിലും 20 പിക്സൽ സ്പേസ് വരും. കണ്ടോ? അത് മാർജിൻ കൊടുത്താൽ നമുക്ക് മുകളിലും അതേ സ്പേസ് കിട്ടും. മുകളിൽ അങ്ങനെ കൊടുത്ത് വന്നില്ലെങ്കിൽ ഈ മെനുവിൻ്റെ ഉള്ളിലൊരു ഇത് കൊടുത്താൽ മതി, പാഡിങ് കൊടുക്കുക. നമുക്ക് ടോപ്പിലും വേണ്ട പാഡിങ് ഒന്നും. ഇനിയിപ്പോൾ അത് ലെവലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റ് കുറച്ച് കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ നമുക്കൊരു കൃത്യമായ ലെവൽ കിട്ടി. ഇനി നമുക്ക് ടൈറ്റിലിൻ്റെ ഒരു അണ്ടർസ്കോർ കൊടുക്കണം. ഈ കണ്ടോ, ഇതിന് ഒരു അണ്ടർസ്കോർ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുക നോക്കാം. നമ്മൾ H1 കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് H1 തന്നെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ സ്റ്റൈൽ കൊടുക്കാം, ക്ലാസ് കൊടുക്കാം. നമുക്ക് H1 തന്നെ ഡയറക്റ്റ് കൊടുത്തു നോക്കാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ ആണ് കൊടുക്കുക, അണ്ടർലൈൻ. ഇത് ഞാൻ ഇപ്പോൾ മുകളിൽ ഓവർലൈൻ ആയിട്ടാണ് വരുന്നത്. അത് കണ്ടോ, അവിടെ ഓവർലൈൻ കൊടുത്തത്, അണ്ടർലൈൻ കൊടുക്കുന്നുണ്ട്. അണ്ടർലൈൻ കൊടുത്ത് നോക്കി. കണ്ടോ, ഇങ്ങനെയാണ് CSSൽ ഓരോ കോഡും എഴുതി പോകണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്.
ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള CSS ട്യൂട്ടോറിയൽ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ അതിന് മറുപടി നൽകിയിരാം.